അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 5ാമത്തെ പാഠം അദ്ദർസുൽ ഖാമിസ്, പാഠം 5 ദിമാഉൽ മർഅത്തി. ഇതാണ് പാഠത്തിൻ്റെ പേര്. ദിമാ എന്ന് പറഞ്ഞാൽ രക്തങ്ങൾ. ദമ് രക്തം, ദിമാ രക്തങ്ങൾ, അൽ മർഅത്ത് സ്ത്രീയുടെ രക്തങ്ങൾ. നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യം. അതിനുശേഷം തദ്രീബാത്തും കൂടി നോക്കാം. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 3 ഇനമാണ്. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ 3 ഇനമാണ്. ഒന്ന് ഹൈല് അഥവാ ആർത്തവ രക്തം. ഒന്നാമത്തേത് ഹൈല് അഥവാ ആർത്തവ രക്തം. ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണിത്. ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണ് ഇത്. ഹൈല് ഉണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം 9 ചാന്ദ്ര വർഷമാണ്. ഹൈല് ഉണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം 9 ചാന്ദ്ര വർഷമാണ്. അഥവാ ചന്ദ്രവർഷത്തിൻ്റെ 9 വർഷമാണ് അതിൻ്റെ സമയം. 9 വയസ്സാകാൻ 16 ദിവസത്തിന് താഴെയുള്ളപ്പോൾ രക്തം പുറപ്പെട്ടാൽ അത് ഹൈലാണ്. 9 വയസ്സാകാൻ 16 ദിവസത്തിന് താഴെയുള്ളപ്പോൾ രക്തം പുറപ്പെട്ടാൽ അത് ഹൈലായി പരിഗണിക്കും. ഹൈലിൻ്റെ പട്ടിക നമുക്ക് നോക്കാം. ഹൈല് കുറഞ്ഞത് 1 ദിവസം. ഹൈലിൽ നിന്ന് കുറഞ്ഞത് 1 ദിവസമാണ്. സാധാരണ 6 അല്ലെങ്കിൽ 7 ദിവസമാണ്. സാധാരണയായി വരുന്നത് 6 അല്ലെങ്കിൽ 7 ദിവസമാണ്. കൂടിയത് 15 ദിവസമാണ്. കൂടിയാൽ 15 ദിവസമാണ്. പിന്നെ 2 ഹൈലിന് ഇടയിൽ ഏറ്റവും കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. 2 ഹൈലിനിടയിലെ ഏറ്റവും കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. ഇതാണ് ഹൈലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളത്. 2ാമത്തെ രക്തമാണ് നിഫാസ് അഥവാ പ്രസവ രക്തം. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണിത്. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് ഇത്. അതിനുശേഷം കാണുന്ന രക്തം ഹൈലാണ്. 15 ദിവസത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് രക്തം കാണുന്നതെങ്കിൽ അത് ഹൈല് രക്തമായിട്ടാണ് പരിഗണിക്കുക. നിഫാസിൻ്റെ ഒരു പട്ടിക നമുക്ക് നോക്കാം. കുറഞ്ഞത് അല്പസമയം. നിഫാസിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് അല്പസമയമാണ്. അഥവാ 1 സെക്കൻഡ് വന്നാൽ അത് നിഫാസിൻ്റെ രക്തമായി. അതിനുശേഷം വന്നില്ല എങ്കിൽ അവിടെ നിഫാസ് രക്തം മുറിഞ്ഞു കഴിഞ്ഞു എന്നതാണ്. സാധാരണയായി 40 ദിവസം വരെയാണ് വരാറുള്ളത്. സാധാരണ ഉണ്ടാവൽ 40 ദിവസമാണ്. കൂടിയത് 60 ദിവസമാണ്. കൂടിയാൽ 60 ദിവസമാണ്. ഹൈല്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഹൈല്, നിഫാസ് ഉള്ള സമയത്ത് ഹറാമായ കാര്യങ്ങൾ: നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, ഖുർആനോദൽ, ഖുർആൻ എഴുതപ്പെട്ടത് തൊടലും ചുമക്കലും, പള്ളിയിൽ താമസിക്കൽ, സംയോഗം ചെയ്യൽ, മുട്ടുപൊക്കളിനിടയിൽ ഇണങ്ങിച്ചേരൽ, ത്വലാഖ് ചൊല്ലൽ. ഇവയെല്ലാം ഹൈല്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമായ കാര്യമാണ്. അഥവാ ഹൈല്, നിഫാസ് ഉള്ള സമയത്ത് ഹറാമായ കാര്യമാണ്. അഥവാ ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾക്ക് ഹറാമായ കാര്യമാണ് നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, ഖുർആനോദൽ, ഖുർആൻ എഴുതപ്പെട്ടത് തൊടലും ചുമക്കലും, പള്ളിയിൽ താമസിക്കൽ എന്നിവ. 2ാമത്തെ പാർട്ടിൽ പറയുന്നത് ഹൈല്, നിഫാസ് ഉള്ളവരും അതേപോലെ തന്നെ അവരോടുമായി അടുപ്പമുള്ള അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട്
ഹറാമായ കാര്യങ്ങളാണ്. ഒന്ന് സംയോഗം ചെയ്യൽ, മുട്ടുപൊക്കിളിനിടയിൽ ഇണങ്ങിച്ചേരൽ, ത്വലാഖ് ചൊല്ലൽ അഥവാ ഭർത്താവ് ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകളെ ത്വലാഖ് ചൊല്ലൽ ഹറാമാണ്. പ്രത്യേക ശ്രദ്ധക്കുള്ള ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പെടുക്കാം. രാത്രി ഒരു സ്ത്രീക്ക് രക്തം നിന്നാൽ അവൾക്ക് സുബിഹി ആകുന്നതിന് മുമ്പ് കുളിച്ചിട്ടില്ലെങ്കിലും അവൾക്ക് നോമ്പ് എടുക്കാം. രണ്ടാമത്തേത്, കുളിക്കുന്നതിന് മുമ്പ് സംയോഗം ചെയ്യാൻ പാടില്ല. ഹൈലോ നിഫാസോ കഴിഞ്ഞാൽ കുളിച്ചതിന് ശേഷം മാത്രമേ സംയോഗം അനുവദനീയമാവുകയുള്ളൂ. കുളിച്ചിട്ടില്ല എങ്കിൽ സംയോഗം ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ വിഷയം, ഹജ്ജ് ചെയ്യുമ്പോൾ തവാഫ് ഒഴികെ മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യാം. തവാഫ് ശുദ്ധിയായ ശേഷം ചെയ്യണം. ഹജ്ജ് ചെയ്യുന്ന സമയത്താണ് ഹൈലുണ്ടായത് അല്ലെങ്കിൽ നിഫാസ് ഉണ്ടായത് എങ്കിൽ തവാഫ് ഒഴികെ മറ്റുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാം. തവാഫ് മാത്രം ശുദ്ധിയായ ശേഷമാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ രക്തത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇസ്തിഹാലത്ത് എന്നുള്ളതാണ്, അഥവാ രോഗരക്തം. രോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന രക്തത്തിനെയാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. അതേത് നമുക്ക് നോക്കാം. ഹൈല് നിഫാസിൻ്റെ സമയത്തല്ലാതെ വരുന്ന രക്തമാണിത്. ഇതിന് സമയപരിധിയില്ല. ഇസ്തിഹാദത്ത് ഉള്ളപ്പോൾ മേൽ പറഞ്ഞവയൊന്നും നിഷിദ്ധമല്ല. അഥവാ ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയം അല്ലാത്ത സമയത്ത് വരുന്ന രക്തമാണ് ഇസ്തിഹാദത്ത് അഥവാ രോഗഭാഗമായി വരുന്ന രക്തം. ഈ സമയത്തൊന്നും ഹൈലോ നിഫാസോ ഉള്ളപ്പോൾ ഹറാമായ കാര്യങ്ങളൊക്കെയുണ്ട്, അതൊന്നും ഹറാമാകുന്നതല്ല. അഥവാ എല്ലാം ചെയ്യൽ അനുവദനീയമാണ്. നിസ്കരിക്കാം, നോമ്പെടുക്കാം, ഖുർആൻ ഓതാം. ഇങ്ങനെയുള്ള എന്തൊക്കെ ഹൈല് നിഫാസിൻ്റെ സമയത്ത് പാടില്ലായിരുന്നോ അതൊക്കെ അവർക്ക് അനുവദനീയമാണ്. ഇതാണ് ഇസ്തിഹാലത്ത് എന്നുള്ള ഈ രക്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജിബ് അനിൽ അസീലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ്. ചോദ്യം 1, ഹൈലുണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? ഹൈലുണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? 9 വർഷം അഥവാ ചാന്ദ്ര വർഷത്തിലെ 9 വർഷമാണ് ഹൈലുണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം. ചോദ്യം 2, നിഫാസിൻ്റെ സാധാരണ കാലം എത്ര ദിവസം? ഉത്തരം 40 ദിവസം. നിഫാസിൻ്റെ സാധാരണ കാലം 40 ദിവസം. ചോദ്യം 3, ഇസ്തിഹാലത്ത് കാരണം നിസ്കാരം ഒഴിവാക്കാമോ? ഉത്തരം ഒഴിവാക്കാൻ പറ്റില്ല. ഇസ്തിഹാലത്തിൻ്റെ കാരണം കൊണ്ട് നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. ചോദ്യം 4, ഹൈലിൻ്റെ സമയം കുറഞ്ഞത് എത്ര ദിവസമാണ്? ഹൈലിൻ്റെ സമയം കുറഞ്ഞത് 1 ദിവസമാണ്. ഹൈലിൻ്റെ സമയത്തിൽ കുറഞ്ഞത് 1 ദിവസമാണ്. ചോദ്യം 5, ഹൈല് നിഫാസുകാർക്ക് ഹറാമായവയിൽ 3 പറയുക. ഹൈല് നിഫാസുകാർക്ക് ഹറാമായ ചില കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് ചിലത് മാത്രം ഇവിടെ നമുക്ക് നോക്കാം. നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, ഖുർആൻ ഓതൽ. നിസ്കാരം, നോമ്പ്, സുജൂദ് ചെയ്യൽ, തവാഫ് ചെയ്യൽ, ഖുർആൻ ഓതൽ. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അഥവാ തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, ലഅ് അലാമത്ത സഹീഹൻ ഔ ഖത്അൻ വസഹിഹിൽ ഖത്അ. ശരിയായതിന് ശരിയെന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തണം. തെറ്റിന് ശരിയാക്കി എഴുതുകയും വേണം. നമുക്ക് നോക്കാം. നിഫാസിൻ്റെ കൂടിയ സമയം 90 ദിവസമാണ്. അത് തെറ്റാണ്. 60 ദിവസമാണ് കൂടിയാൽ. നിഫാസിൻ്റെ കൂടിയ സമയം 60 ദിവസം. 2,
ഇസ്തിഹാലത്ത് ഉള്ളപ്പോൾ നോമ്പ് നോൽക്കാം. അത് ശരിയാണ്. ഇസ്തിഹാലത്ത് ഉള്ളപ്പോൾ നോമ്പ് നോക്കാം. ചോദ്യം 3. 8 വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് വന്ന രക്തം ഹൈദ് ആകും. അത് തെറ്റാണ്. 9 വയസ്സിന് 16 ദിവസം മുമ്പ് ആണെങ്കിൽ അത് ഹൈലാണ്. ഇവിടെ 8 വയസ്സുള്ള സമയത്താണ് വന്നത്, അതുകൊണ്ട് അത് ഹൈദ് രക്തമാവുകയില്ല. 9 വയസ്സിന് 16 ദിവസം മുമ്പ് അല്ല വന്നത്, ഇത് 1 വർഷം മുമ്പാണ് വന്നത്, അതുകൊണ്ട് ഹൈലാകൂല. ചോദ്യം 4. 2 ഹൈലിനിടയിലെ കുറഞ്ഞ ശുദ്ധി 10 ദിവസം. അത് തെറ്റാണ്. 2 ഹൈലിനിടയിലെ കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. ചോദ്യം 5. ഹൈല് ഉള്ളപ്പോൾ ഖുർആൻ ഓതാൻ പാടില്ല. ശരിയാണ്. ഹൈല് ഉള്ളപ്പോൾ ഖുർആൻ ഓതാൻ പാടില്ല. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി അഥവാ പ്രാക്ടിക്കൽ പ്രവർത്തനമാണ്. ഒരു പട്ടികയിൽ 3 ഇനം രക്തങ്ങളുടെ പേര്, അവയുടെ സമയങ്ങളിൽ കൂടിയത്, കുറഞ്ഞത്, സാധാരണ എന്നിവ ചേർക്കുക. നമുക്ക് നോക്കാം. 3 തരം രക്തം ഏതെല്ലാം? 1 ഹൈല്, 2 നിഫാസ്, 3 ഇസ്തിഹാലത്ത്. ഹൈല് ഏറ്റവും കുറഞ്ഞത് 1 ദിവസമാണ്. ഹൈലിൽ നിന്ന് സാധാരണ 6 അല്ലെങ്കിൽ 7 ദിവസമാണ്. ഹൈലിൽ നിന്ന് കൂടിയത് 15 ദിവസമാണ്. നിഫാസ് കുറഞ്ഞത് അല്പസമയമാണ്. നിഫാസിൽ സാധാരണ 40 ദിവസമാണ്. നിഫാസിൽ കൂടിയത് 60 ദിവസമാണ്. 3ാമത്തെ രക്തമാണ് ഇസ്തിഹാലത്ത്. ഇസ്തിഹാലത്ത് അത് രോഗരക്തമാണ്. ഹൈല്, നിഫാസ് എന്നിവയുടെ സമയത്തല്ലാതെ വരുന്ന രക്തമാണ്. ഇതിന് സമയ പരിധിയില്ല. അതുകൊണ്ട് കുറഞ്ഞതോ സാധാരണയോ കൂടിയതോ ഇതിന് പ്രത്യേകമായിട്ടുള്ള സമയപരിധി ഇല്ല. ഇതാണ് 3 രക്തങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നല്ലത് പോലെ പഠിച്ച് പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.